Hey everybody, welcome to JD's Garage. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാറാണ്. ഇറ്റ് ഈസ് ദ മെർസിഡീസ് W126. ആൻഡ് വൈ ഇസ് ഇറ്റ് സ്പെഷ്യൽ? കാര്യം ഇതിനാണ് ഒരു വേൾഡ്സ് ബെസ്റ്റ് കാർ എന്നുള്ള ഒരു വളരെ പവർഫുൾ ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഓഫ് വെഹിക്കിൾസിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെഹിക്കിൾസ് ആണ്. എസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെർസിഡീസ് ലൈനപ്പിൻ്റെ ഒരു റേഞ്ച് ടോപ്പറാണ്. ഇറ്റ് ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ ദ ടോപ്പ് ടിയർ വെഹിക്കിൾ ഇൻ ദ മെർസിഡീസ് ലൈനപ്പ്. ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസ്, എല്ലാ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും ഡെബ്യൂ ചെയ്യുന്നത് ഈ ഒരു ഫാമിലി ഓഫ് വെഹിക്കിൾസിലാണ്. മെർസിഡീസ് എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിന് ആദ്യം മനസ്സിൽ വരുന്ന ഷേപ്പ് വുഡ് ബി ദ W221. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണാനും ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് ആദ്യമായിട്ട് പോപ്പുലറായ ഒരു എസ് ക്ലാസും 221 തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയത് അതിന് മുമ്പേ ഉള്ള W220 വിച്ച് വാസ് നോട്ട് ദ മോസ്റ്റ് പോപ്പുലർ എസ് ക്ലാസ്. ആൻഡ് അതിന് മുമ്പേ ഉള്ള എല്ലാ വണ്ടികളും ഇമ്പോർട്ട്സ് ആയിരുന്നു. സോ നമ്മൾ എസ് ക്ലാസിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ വാട്ട് വി ഹാവ് ഹിയർ ഇസ് ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് ദി എസ് ക്ലാസ്, ദ W126. ഇതിന് മുമ്പേ ഈ എസ് ക്ലാസ് എന്ന് പറഞ്ഞ ടാഗ് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത് W116 എന്ന് പറഞ്ഞ ഏർലി 1970s ഒരു മോഡലിനാണ്. ആൻഡ് അതിന് മുമ്പേയും വൈൽ മെർസിഡീസ് ഹാഡ് ലക്ഷറി കാർസ് അതിനെ ഒരിക്കലും എസ് ക്ലാസ് അല്ലെങ്കിൽ ഇ ക്ലാസ് എന്നുള്ള അങ്ങനത്തെ ഒരു ടാഗിൽ വിളിച്ചിട്ടില്ല ഒരിക്കലും. ദേ ഹാഡ് എസ് അസോസിയേറ്റഡ് ഇൻ ദ നെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയും നമ്മളിപ്പോൾ എസ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബട്ട് ഗോയിങ് ബൈ ദ നോമൻക്ലേച്ചർ ഇതാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ദി എസ് ക്ലാസ്. ആൻഡ് ഓൾസോ ദിസ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് well built and the most loved S classes by Merc aficionados around the world. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളിലോട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സോ 1950s മെർസിഡീസ് പോണ്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ടഡ് ഷേപ്പുള്ള വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെയാണ് നമുക്കൊരു ഡിഫറൻസിയേഷൻ കണ്ടു തുടങ്ങിയത് ഇൻ ദ പ്രീമിയം സെഗ്മെൻറ്റ് ഓഫ് മെർസിഡീസ് ആൻഡ് ദ റെഗുലർ ഡ്രൈവർ ഫോക്കസ് സെഗ്മെൻറ്റ് ഓഫ് ദ മെർസിഡീസ്. ഇതിനകത്ത് നമുക്ക് പോണ്ടോണിൽ സാധാരണ നമുക്ക് 180, 190 എന്നുള്ള പറഞ്ഞ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടികളുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മുകളിലോട്ട് 220, 230 എന്നൊക്കെ പറഞ്ഞ് പോണ്ടോൺ, ഫിൻറ്റെയിൽ ആ ഫാമിലീസിലെല്ലാത്തിലും ഒരു എസ് അസോസിയേറ്റ് ചെയ്തിട്ട് ടാഗിൻ്റെ അറ്റത്ത് ഒരു മോർ ലക്ഷറിയസ്, മോർ ഒപ്യുലൻറ്റ്, കുറച്ചും കൂടെ ലോങ്ങർ, ബിഗർ വെഹിക്കിൾസ് ഫോർ ദ ഷോഫർ ഡ്രിവൺ അവർ മെർസിഡീസ് ഉണ്ടാക്കി തുടങ്ങി. ഒരു 2 ജനറേഷൻ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് മെർസിഡീസിന് മനസ്സിലായത് ദാറ്റ് ഒരു ഹയർ ബ്രാൻഡിങ് കൊടുക്കണം ആ വണ്ടിക്ക്, ഒരു ഹയർ വാട്ട് ഡു യു സേ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് അവരതിനെ എസ് ക്ലാസ് എന്ന് വിളിച്ച് തുടങ്ങിയത്. എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സോണ്ടർ ക്ലാസ് ഇൻ ജർമ്മൻ. ദറ്റ് മീൻസ് സൂപ്പർ, സുപ്പീരിയർ, സ്പെഷ്യൽ, അങ്ങനെ എല്ലാം ഒരു അഗൈൻ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റേറ്റിംഗ് ദറ്റ് യു ക്യാൻ ഗിവ് ഫോർ എനിത്തിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും മെർസിഡീസിന് തന്നെ മനസ്സിലായി ഓക്കെ ദിസ് ഈസ് കമ്പീറ്റിംഗ് വിത്ത് ഓൾ അതർ എക്സ്ട്രാ പ്രീമിയം ലക്ഷറി കാർസ്. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാ ജനറേഷനിലും മെർസിഡീസിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഹയസ്റ്റ് ലക്ഷറി മെറ്റീരിയൽസ്, ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി, ബെസ്റ്റ് എൻജിൻസ്, ബെസ്റ്റ് ട്രാൻസ്മിഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എസ് ക്ലാസ്സിലാണ് മെർസിഡീസ് ഡെബ്യൂ ചെയ്യുന്നത്. ആൻഡ് കാലാകാലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്ന പല ടെക്നോളജീസും ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യുന്നത് ഒരു ജനറേഷൻ എസ് ക്ലാസ്സിലായിരിക്കും. ഇപ്പം നമ്മളൊരു ബേസിക് ഒരു കീ എടുത്താൽ പോലും അല്ലെങ്കിൽ എന്തൊരു സാധനം എടുത്താലും നമുക്ക് അതിനകത്ത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും കാണാൻ പറ്റും. ഒരു ചെറിയ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ആദ്യമായിട്ട് 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പേ എസ് ക്ലാസ്സുകളിലാണ് ആദ്യം വന്നു തുടങ്ങുന്നത്. സോ ഒരു എസ് ക്ലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു സാധാരണ ഓട്ടോമൊബൈൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പ്രീവ്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് എൻ എസ് ക്ലാസ് സോ സ്പെഷ്യൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എസ് ക്ലാസിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. നമുക്കിനി ഈ വണ്ടിയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. സോ ഈ വണ്ടി ദിസ് ഇസ് ദ W126 സെക്കൻഡ് ജനറേഷൻ എസ് ക്ലാസ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മെർസിഡീസിന് ഈ വണ്ടി മനസ്സിലാവണമെങ്കിൽ 1972 W116 എന്ന് പറഞ്ഞ എസ് ക്ലാസ് അവർ ലോഞ്ച് ചെയ്യുന്നത്, വിച്ച് ഇസ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ദി എസ് ക്ലാസ്. 1972 അവസാനം ആയി കഴിഞ്ഞപ്പോഴേക്കും ദേ സ്റ്റാർട്ടഡ് വർക്ക് ഓൺ ദ കോംപ്രിഹെൻസീവ് നെക്സ്റ്റ് മോഡൽ ദാറ്റ് ഇസ് ദ W126. അവർ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ആ ഒരു വാട്ട് ഡു യു സേ അവർക്കൊരു വണ്ടി ഉണ്ടാക്കാനായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ടൈം വാസ് സോ ലോങ് ആൻഡ് സോ ഡീറ്റെയിൽഡ് ദാറ്റ് ആ 116 എന്നുള്ള മോഡൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ടൈം ആൾക്കാർ ആലോചിക്കുമ്പോഴേക്കും യു ഹാവ് ടു ഹാവ് ദ നെക്സ്റ്റ് കാർ റെഡി. അങ്ങനെ നീണ്ട 7 കൊല്ലത്തെ ഒരു R&Dയും പ്രോസസ്സും എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് 1979 ഈ വണ്ടി ഇറങ്ങുന്നത്, ദ W126. സോ 126 ഹ്യൂജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രി സെഗ്മെൻറ്റ് കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ 1973
ലോകത്തെ തന്നെ മാറ്റിമറിച്ച വലിയൊരു സംഭവം ഉണ്ടായി. ദാറ്റ് ഇസ് ദ ഓയിൽ ക്രൈസിസ്. ഓയിൽ ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രൈസസ് ഓഫ് ഫ്യൂവൽ വെൻറ്റ് അപ്പ് ബൈ 5 to 8 times. ആൻഡ് അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആൾക്കാർ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യം അന്ന് വരെയുള്ള നമ്മൾ വണ്ടികൾ നോക്കുവാണെങ്കിൽ ദേ ആർ ഓൾ വെരി ഹെവിലി ബിൽറ്റ്. എയറോഡൈനാമിക്സിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു എഞ്ചിനുണ്ട്, പവറുണ്ടോ, സന്തോഷം, അത്രയേ ഉള്ളൂ. നോ ബഡി റിയലി കെയർഡ് അബൌട്ട് മൈലേജ് ബിക്കോസ് ഫ്യൂവൽ വാസ് ദാറ്റ് ചീപ്പ്. പക്ഷേ 73-ൽ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിൻ്റെ കംപ്ലീറ്റ് ബൈയിങ് നേച്ചറും അവരൊരു വണ്ടിയിൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഈവൻ ദോ ദിസ് വാസ് എൻ അൾട്രാ ലക്ഷറി വെഹിക്കിൾ, ഫ്യൂൽ എഫിഷ്യൻസി സ്റ്റിൽ മാറ്റേർഡ്. ഗവൺമെൻറ് റെഗുലേഷൻസ് പലയിടത്തും ഫ്യൂൽ എഫിഷ്യൻ്റ് അല്ലാത്ത വണ്ടികൾ, ഓൾ ദീസ് ഗ്യാസ് ഗസിലേഴ്സ് എന്നറിയപ്പെടുന്ന ഈ വണ്ടികളോട് ഭയങ്കരമായിട്ട് ടാക്സിങ്ങും കാര്യങ്ങളും കൂട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മെർസിഡീസ് പെയ്ഡ് എ ഹ്യൂജ് അറ്റൻഷൻ ടു ഗെറ്റിംഗ് ഫ്യൂൽ എഫിഷ്യൻസി, എയറോഡൈനാമിക്സ് ആൻഡ് എവറിത്തിങ് റൈറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വിൻഡ് ടണൽ ടെസ്റ്റിംഗ് ഏറ്റെടുത്ത വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വെഹിക്കിൾസ് ഇതാണ്. ഇതൊരു കോംപ്രിഹെൻസ്ലി വിൻഡ് ടണലൊക്കെ ടെസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഇറ്റ് ഹാഡ് ദ ലോവസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡ്രാഗ് അറൗണ്ട് ഇൻ ദാറ്റ് സെഗ്മെൻറ്റ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അവർ വേറൊരു കാര്യം, ഒരു ഹൈ സ്ട്രെങ്ത് ലോ വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റീലാണ് ഈ വണ്ടി മുഴുവൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ദാറ്റ് ഹെൽപ്ഡ് കീപ്പ് ദ വെയ്റ്റ് ലോ. അപ്പോൾ അങ്ങനെ ഈ എയറോഡൈനാമിക്സും ഈ ലോ വെയ്റ്റും, ഇത് ലോ വെയ്റ്റ് എന്നുള്ള റിലേറ്റീവാണ് കേട്ടോ, ലോ വെയ്റ്റും എല്ലാം കൊണ്ട് മൈലേജിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദ മെർസിഡീസ് 126 വാസ് നോൺ ടു ബി ഹൈലി എഫിഷ്യൻറ്റ് ഫോർ ദാറ്റ് സെഗ്മെൻറ്റ്. ആൻഡ് ആൾക്കാർ അത് ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഡൈനാമിക്സിലും ബാക്കി കാര്യങ്ങളിലെല്ലാത്തിലും നമുക്ക് ആ ഒരു ഇത്ര എൻജിനീയറിംഗ്, ഇത്ര ഡീപ്പ് എൻജിനീയറിംഗ് ഇതിനകത്തോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് വളരെ അപ്പാരൻ്റ് ആയിരുന്നു. വിച്ച് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ് വിച്ച് മേഡ് ഇറ്റ് സോ ലവ്ഡ് അക്രോസ് ദ വേൾഡ്. സോ 126 എന്ന് പറയുമ്പോൾ നമ്മൾ പലവരും കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാവും, ലൈക്ക് ഒരു 4-5 വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് ദേ ആർ ദിസ് വെരി ഡിഫറെൻറ്റ്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. സോ ഈ വണ്ടി ഡിസൈൻ ചെയ്തത് ഇസ് ദ അബ്സല്യൂട്ട് ജീനിയസ് ബ്രൂണോ സാക്കോ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിസൈനേഴ്സ്. പുള്ളിയുടെ ലെജൻഡറി ഡിസൈൻസിലത്തെ ഒന്നാണ് ദ W126, ഇൻക്ലൂഡിങ് ദ R129, W140, W124, ഇങ്ങനത്തെ പല ലെജൻഡറി വെഹിക്കിൾസ് ഡിസൈൻ ചെയ്ത ബ്രൂണോ സാക്കോ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് യു കാൺ മിസ്റ്റേക്ക് ദിസ് ഫോർ എനിത്തിങ് എക്സെപ്റ്റ് എ സാക്കോ ഡിസൈൻ. കാര്യം ഓൾ ദീസ് ലൈൻസ്, ഓൾ ദിസ് എലഗൻസ്, നമ്മളൊരു സ്റ്റേറ്റ്ലി കാർ എന്ന് നമ്മുടെ 80s അല്ലെങ്കിൽ 90s നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഈ ഷേപ്പാണ് അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഷേപ്പ്. നമുക്ക് മനസ്സിൽ വരുന്ന ഡിഫാക്റ്റോ ഇമേജ് ഇസ് ദാറ്റ് ഓഫ് 126. പലവർക്ക് അത് എന്താണെന്ന് അറിയില്ലെങ്കിലും ഇതായിരുന്നു നമ്മളെല്ലാവരുടെയും മനസ്സിൽ വന്നിരുന്നൊരു ക്ലാസിക് ഷേപ്പ്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് പല വേരിയൻസ് ഉണ്ടായിരുന്നു. യു ഹാഡ് എ ഷോർട്ട് വീൽ ബേസ് ആൻഡ് യു ഹാഡ് എ ലോങ് വീൽ ബേസ്. പിന്നെ എക്സ്ട്രാ ലോങ് വീൽ ബേസ് പല കോച്ച് ബിൽഡേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റാൻഡേർഡായിട്ട് യു ഗോട്ട് ടു വീൽ ബേസ് ഓപ്ഷൻസ്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇസ് ദ റെയർ ഓഫ് ദ ടു ആക്ച്വലി, ദ ഷോർട്ട് വീൽ ബേസ്. ഈ വണ്ടിയുടെ, ഈ പെർട്ടിക്കുലർ വണ്ടിയുടെ ഡിസൈൻ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ നിന്ന് ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ പീരിയഡ് കറക്റ്റ് ആക്സസറീസ്, വെരി റെയർ, വെരി എക്സ്പെൻസീവ് ടു ഫൈൻഡ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഫ്രണ്ട് എൻഡ് നോക്കുവാണെങ്കിൽ യു ഹാവ് ദീസ് സിംഗിൾ പീസ് ഹെഡ് ലൈറ്റ്സ്. ഇതിൻ്റെ അകത്ത് യു ഹാവ് എ ഫോഗ് ലൈറ്റ് ഹിയർ, ഹൈ ബീം, ലോ ബീം ഇവിടെ വരുന്നുണ്ട്. ആൻഡ് യു ഹാവ് ദ ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ആർ എ സെപ്പറേറ്റ് പീസ്. ഈ ഗ്രിൽ അഗൈൻ ഇതൊരു വെരി പീരിയഡ് കറക്റ്റ് ഗോൾഡ് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്, ഗോൾഡ് ഗ്രിൽ ആൻഡ് ദ സ്റ്റാർ. ഇത് ഒരു റെയർ ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റം ഓപ്ഷൻ ആയിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് കയറ്റുന്നതാണ് ഈ വണ്ടിയിലോട്ട്. ഇറ്റ് ഓൾസോ ഗെറ്റ്സ് AMG ബമ്പേഴ്സ്. ഈ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ എൻറ്റയർ ഫ്രണ്ട്. ദ ഹോൾ കാർ ലുക്സ് മച്ച് മോർ സ്പോർട്ടി, മച്ച് മോർ പ്ലാന്റഡ്, മച്ച് മോർ സ്റ്റാൻസ്ഡ്. അത് കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക 126കളും നമ്മൾ കാണുന്നതും അത് പ്രീ ഫേസ് ലിഫ്റ്റ് കാർസ്. ദിസ് ഇസ് എ ഫേസ് ലിഫ്റ്റ് കാർ. പ്രീ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ 1985 വരെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. 85 കഴിഞ്ഞിട്ട് ടിൽ 1991 ഫേസ് ലിഫ്റ്റ് വണ്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫേസ് ലിഫ്റ്റ് അത്യാവശ്യം കുറവാണ്. ഫേസ് ലിഫ്റ്റ് ഗോട്ട് ലെസർ ക്രോം, മോർ പ്ലാസ്റ്റിക്. കാര്യം അപ്പോഴേക്കും പ്ലാസ്റ്റിക് ബമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഒരു ട്രെൻഡായിട്ടുണ്ടായിരുന്നു 80s. ഓൾസോ പെഡിസ്ട്രിയൻ സേഫ്റ്റി വലിയൊരു ആസ്പെക്റ്റ് ആയിരുന്നു ആ ഒരു കാര്യം. സോ ഇതെല്ലാം മാനിച്ചാണ് അവർ കീപ്പിംഗ് അപ്പ് വിത്ത് ദ ടൈംസ് ഇതിനകത്ത് ഫൈബർ ബമ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നത്. ആൻഡ് അഗൈൻ നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള ഭയങ്കര കൂളായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. ആൻഡ് ദീസ് ആർ ഹെഡ്ലൈറ്റ് വൈപ്പേഴ്സ്. ഹെഡ്ലൈറ്റ് വൈപ്പേഴ്സ് മാത്രമല്ല, ഹെഡ്ലൈറ്റ് ഇതിനകത്ത് തന്നെ വൈപ്പർ വാഷർ ലൈൻസും വരുന്നുണ്ട്. സോ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി 4-5 പ്രാവശ്യം നമ്മൾ ഹെഡ്ലൈറ്റ് വിൻഷീൽഡ് വാഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ക്വോട്ട് ഓഫ് വാട്ടർ ഹിയർ ആൻഡ് ദ വൈപ്പേഴ്സ് വിൽ ക്ലീൻ ദ ലൈറ്റ്സ് വെരി എഫിഷ്യൻ്റ്ലി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് അറിയുന്നത് ഇത് സ്നോ ഉള്ള കൺട്രീസിലാണ്. ബിക്കോസ് നമ്മൾ ഇത് ഫുള്ളായിട്ട് സ്നോ ചെയ്തിരിക്കുവാണെങ്കിലും നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ മേത്തുനിന്ന് ഈ ഐസ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. ഒരു ബ്രൂണോ സാക്കോ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദർ വിൽ ബി ലിറ്റിൽ ബിറ്റ്സ് ഓഫ് ജീനിയസ്.
നമുക്ക് ഈ വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് ഓക്കെ ഇപ്പോൾ നമ്മൾ 1 2 3 എന്നുള്ള മെർസിഡീസ് വളരെ പോപ്പുലർ ആയിരുന്നു. എല്ലാവർക്കും നമുക്ക് ഈ ഒരു സ്റ്റൈലിംഗ് ജനറലായിട്ട് അറിയാം. ഈ ഒരു 3 ലൈൻസ് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഒരു ലൈൻസ് വരുന്ന ടെയിൽ ലൈറ്റ്സ്, ഇതൊക്കെ മെർസിഡീസിൻ്റെ ആ സമയത്തൊരു ഹോൾമാർക്ക് ഫീച്ചറായിരുന്നു. നമ്മളെല്ലാവരും അതൊരു ഡിസൈൻ എലമെൻ്റായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അതിൻ്റെ പുറകിൽ ചെറിയൊരു സയൻസും കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്നോ ഉള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചളിയാവുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സ്നോ കയറി ഇവിടെ അങ്ങ് തട്ടി നിന്നാലും നമുക്ക് യു സ്റ്റിൽ ഹാഡ് ദീസ് ആംബർ ലൈൻസ്. അപ്പോൾ ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ നമുക്ക് എന്ത് അഴുക്കായാലും എന്ത് സ്നോ വന്നാലും സേഫ്റ്റി അല്ലെങ്കിൽ നമുക്കൊരാൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഈ സെയിം ഡിസൈൻ നമുക്ക് ടെയിൽ ലൈറ്റ്സിലും കാണാൻ പറ്റും. ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ജീനിയസ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ യു ഹാവ് വെരി മിനിമൽ ക്രീസസ്. ഒരു ദർ ഇസ് വൺ ബ്രോഡ് ഒരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ലൈനുണ്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ടോപ്പ് ലൈനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ദാറ്റ് ഗോസ് ഓൾ അറൗണ്ട് ദ കാർ ആൻഡ് മീറ്റ്സ് അറ്റ് ദ റിയർ ആൻഡ് അങ്ങനെ ചുറ്റി വരും. ആൻഡ് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഫെൻഡർ ഫ്ലെയർ കാണാൻ പറ്റും. ഇതിൻ്റെ കൂപ്പേ മോഡൽസ് ദാറ്റ് ഇസ് ദ SEC എന്നറിയപ്പെട്ടിരുന്ന സ്പോർട്ടി വേരിയൻസിൽ വൈറ്റ് ബോഡി വേർഷൻസും ഉണ്ടായിരുന്നു. യു ഗോട്ട് മോർ പ്രൊണൗൺസ്ഡ് ഫ്ലെയർസ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ റിയർ. ബട്ട് സ്റ്റാൻഡേർഡ് സെഡാനിൽ നമുക്ക് ഈ ഒരു ചെറിയ ഫ്ലെയറാണ് കൊടുത്തിരുന്നത്. നമുക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് വരുമ്പോൾ യു ക്യാൻ സീ ദീസ് ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കാണുന്നത്. ഇതിനെ സാക്കോ പാനൽസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, നെയിംഡ് ആഫ്റ്റർ ദ ഡിസൈനർ ബ്രൂണോ സാക്കോ. ആൻഡ് അത് ആ സമയത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു. കാര്യം നമുക്ക് ഏതൊരു ടെറൈൻ ഏതിൽ കൂടെ പോയാലും നമ്മുടെ പെയിൻറ്റ് വർക്ക് എഫക്റ്റ് ആവില്ല. യു ഹാഡ് ദിസ് ഫൈബർ പീസ് ദാറ്റ് വുഡ് ടേക്ക് ഓൾ ദ ബ്രണ്ട് ഓഫ് എനി സ്റ്റോൺസ് റട്ട്സ് എന്ത് സാധനമാണെങ്കിലും അടിച്ചാലും നമുക്ക് അതിനൊരു കുഴപ്പവും നമ്മുടെ ബോഡിക്ക് സംഭവിക്കില്ല. ദാറ്റ്സ് എ കൂൾ ഫീച്ചർ. അതേപോലെ നല്ല വൈഡ് മിറേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. ഇത് നമുക്ക് മടക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ ട്രാഫിക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വരും and it will go back. So it had a very slight ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡ് ഹിറ്റ്സും കാര്യങ്ങളെല്ലാം ഇതിന് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ലോട്ട്സ് ഓഫ് ക്രോം എസ് ക്ലാസ് ആണ്. ക്രോം ഒരു എസ് ക്ലാസ് ഹോൾമാർക്കാണ് അന്ന് തൊട്ട് ഇന്ന് വരെ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദീസ് ആർ ഓൾ ഹൈ ക്വാളിറ്റി ക്രോം. നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ഇമിറ്റേഷൻ ക്രോം അല്ല, ഓൾ മെറ്റൽ. ഇവിടെ സൈഡിൽ വരുന്ന ട്രിംസ് ആണെങ്കിലും ഈ ഡോറേ വരുന്നതും ആൻഡ് എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ഡാർക്ക് കളർ കാറിൽ നല്ലൊരു ലവ്ലി കോൺട്രാസ്റ്റാണ് നൽകുന്നത്. നമുക്കൊരു ചെറിയൊരു ഇൻ്റലിജൻറ്റ് ഫീച്ചർ ഈ ഒരു സൈഡിൽ വരുന്ന ഫെൻഡർ ഇൻഡിക്കേറ്റേഴ്സ് വരെ എയറോഡൈനാമിക് ആണ്. നമുക്കത് ആ ഒരു രീതിയിലും നമുക്ക് എയറോഡൈനാമിക്സ് എഫക്റ്റ് ആവാത്ത പോലെ ചെറിയൊരു ഫ്രണ്ടിലോട്ടിൽ സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് അഗൈൻ ഒരു മെർസിഡീസിൻ്റെ നല്ലൊരു ഫസ്റ്റ് ടച്ച് പോയിൻറ്റ്. എപ്പോഴും മെർസിഡീസ് ഡിസൈനേഴ്സ് പറയുന്ന ഏറ്റവും ആദ്യത്തെ ടച്ച് പോയിൻറ്റ് ഒരു ഡോർ ഹാൻഡിലാണ് ഒരു വണ്ടിയിൽ. നമുക്ക് അതിൽ തന്നെ നമുക്കൊരു ചെറിയൊരു രസം തോന്നിയാൽ അതിൻ്റെ ഒരു വാല്യൂ ഉള്ളൂ. സോ ഇത് നോക്കുകയാണെങ്കിൽ യു ഹാവ് ദീസ് പുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആൻഡ് അതിൻ്റെ ബാക്കിൽ ചെറിയ ഒരു ക്രോമിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴും നമ്മുടെ നഖമൊന്നും തട്ടി പെയിൻറ്റ് വർക്ക് എഫക്റ്റ് ആവാണ്ടിരിക്കാനായിട്ട് വളരെ ഹൈ ക്വാളിറ്റി ക്രോമാണ്. ഈ വണ്ടി 10-35 കൊല്ലം കഴിഞ്ഞിട്ടും ഇറ്റ് സ്റ്റിൽ ദർ ഇസ് നോട്ട് എ സ്ക്രാച്ച് ഓൺ ദ സിംഗിൾ പീസ് ഓഫ് ക്രോം ഈ ചുറ്റുള്ള എവിടെയും. ആൻഡ് ദാറ്റ്സ് റിയലി എ ടെസ്റ്റ്മെൻറ്റ് ടു മെർസിഡീസ് ക്വാളിറ്റി. നമുക്കിതിങ്ങനെ വലിച്ച് ജസ്റ്റ് ഹാവ് ടു ഓപ്പൺ ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമുക്ക് കുറച്ചുകൂടെ പുറകിലേക്ക് വരുമ്പോൾ അഗൈൻ അനദർ മെർസിഡീസ് ഹോൾമാർക്ക് ആയ ഇവിടെ നമുക്ക് ആ സമയത്ത് എല്ലാ വണ്ടികൾക്കും യു ഹാഡ് എ കീ ടു ഓപ്പൺ ഇറ്റ് ആൻഡ് എവറിത്തിങ്. ഇത് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ദ വാക്യൂം കൺട്രോൾ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഇതിവിടെ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് തൊട്ട് കൊടുത്താൽ ഇറ്റ് വുഡ് ഓപ്പൺ ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് എത്രയാണ് ടയർ പ്രഷർ കാര്യങ്ങൾ അതേപോലെ എന്ത് ഫ്യൂവലാണ് വേണ്ട എല്ലാം ഇതിൻ്റെ അകത്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ കാര്യം ഇത് അടയ്ക്കുമ്പോൾ വരെ ഒരു ഡാംപ്ഡ് ഫീലാണ്. ദർ ഇസ് നോ നോയ്സ്, ദർ ഇസ് നോ നത്തിങ് ടു ദാറ്റ്. ആൻഡ് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ബാക്കിലോട്ട് വരുമ്പോൾ യു ക്യാൻ സീ ഈ ഒരു ലൈൻ ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് ബൂട്ട് ലിഡിൻ്റെ ഈ ഒരു ലൈനിലോട്ട് ഇറ്റ് ഗോസ് പെർഫെക്റ്റ്ലി ഇൻ ടു ഇറ്റ്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അത് കുറച്ചും കൂടെ അഗ്രസീവാണ് ഇതിനകത്ത്. കാര്യം ഫ്രണ്ട് ഇൻഡിക്കേറ്ററിനേക്കാളും കൂടുതൽ ചാൻസ് ഓഫ് ഈ ഒരു സ്നോ വന്ന് ഇവിടെ നിൽക്കാനായിട്ടും ഇതിലാണ്. ആൻഡ് അപ്പോഴും നമുക്കൊരു ഡേഞ്ചർ ലൈറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ വിസിബിലിറ്റി ബാക്കിയുള്ളവർക്ക് പോരുത് എന്നുള്ള തീരുമാനിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് യു ഹാവ് എ വെരി ബ്രോഡ് ഒരു ട്രിം പീസ് ഉണ്ട് ഇവിടെ. അത് ബേസിക്കലി നമുക്കിത് ബൂട്ട് പൊക്കാനായിട്ടും എല്ലാത്തിനും വേണ്ടി ഉള്ളൊരു സൗകര്യത്തിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടയ്ക്കുമ്പോഴും യു കുഡ് ജസ്റ്റ് ക്ലോസ് ഇറ്റ് വിത്ത് ദിസ്. നമുക്ക് ഈ ബോഡിയിൽ നിന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബൂട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബൂട്ടായിരുന്നു ആ ഒരു സൈസിന്. ഇറ്റ് വാസ് ഓൾ കാർപ്പറ്റഡ്, ലൈൻഡ് അപ്പ് ആൻഡ് എവറിത്തിങ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, നമ്മൾ പല പുതിയ വണ്ടികളിൽ കാണാനുണ്ട് ഒരു ടെയിൽ ലൈറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. യൂസറിന് തന്നെ ഇവിടെ നിന്ന് യു ഹാഡ് ആക്സസ്. ജസ്റ്റ് 2 നോബ് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾബ്സും കാര്യങ്ങളെല്ലാം ആക്സസ് കിട്ടുമായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് അഗെയിൻ ഒരു സ്മോൾ ഫീച്ചർ that made sure that the 126 was always safe and easy to work on and easy to keep in perfect condition. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറും ഡ്രൈവ് ഫീലും ബാക്കി കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം.
ഇൻസൈഡ് ദ 126 എസ് ക്ലാസ് നമ്മൾ ഈ ഒരു ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ഒരു ബാങ്ക് വാൾട്ട് ലൈക്ക് ഫീലാണ് വരുന്നത്. ആൻഡ് നമ്മളിതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ യു നോ ദാറ്റ് യു ആർ ഇൻ എ ക്ലാസിക് മെർസിഡീസ്. എവറിത്തിങ് ഇസ് സ്റ്റാൻഡേർഡ് മെർസിഡീസ് ഫോർ ദാറ്റ് ടൈം. നമുക്ക് ഈ ഒരു കൺട്രോൾസ് ആണെങ്കിലും ഈ ഒരു ഫീല് അഗൈൻ ഒരു പഴയ മെർസിഡീസ് ഓടിച്ചിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. നമ്മൾ അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ യു ഡോണ്ട് മിസ്റ്റേക്ക് ദിസ് ഫോർ എനിത്തിങ് എൽസ്. ദ ഫസ്റ്റ് ടച്ച് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ സീറ്റ്സ് ആർ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കാത്ത കുറേ മൂവ്മെൻറ്റ്സും ഉണ്ട്. ലൈക്ക് ഇതിനൊരു സൈഡ് വേസ് ഇങ്ങനത്തെ ഒരു ആക്ഷനും ഉണ്ട്. അതേപോലെ റിയറിലും ആ ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് റിയലി കുക്കൂൺസ് യു. എല്ലായിടത്തും കറക്റ്റായിട്ട് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തരും. ആൻഡ് മെർസിഡീസിൻ്റെ തന്നെ ആ സമയത്തും തൊട്ടും ഇപ്പോഴും മെർസിഡീസിൻ്റെ ഒരു ഹോൾമാർക്കാണ് to make the most എന്താ പറയുക കംഫർട്ടബിൾ and the most orthopedically well balanced seats around. അപ്പോൾ അന്നൊരു ഓപ്ഷൻ വരെ ഉണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട് ഓർത്തോപീഡിക് സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരെ ഉണ്ടായിരുന്നു. നമുക്ക് എക്സ്ട്രാ സപ്പോർട്ടും എയർ കുഷൻസും എല്ലാം സീറ്റിൻ്റെ അകത്തായിട്ട്. നമ്മൾ ഇന്നിരിക്കുന്നത് ഇസ് ഇൻസൈഡ് 300 SE. ഇറ്റ്സ് എ 6 സിലിണ്ടർ സ്ട്രേറ്റ് 6 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് SE എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് S സ്റ്റാൻഡ്സ് ഫോർ എസ് ക്ലാസ്, E സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ആൻഡ് ലോങ് വീൽ ബേസ് ആണെങ്കിൽ L എന്നുണ്ടാവും. സോ 300 SEL would be a long wheelbase fuel injected 6-cylinder car. A 560 SEL would be a V8 fuel injected long wheelbase car. ഇത് SE എന്ന് പറയുമ്പോൾ ഷോർട്ട് വീൽ ബേസ് കാറാണ്. S ഉണ്ട്, 280S ഉണ്ട്, 300S ഉണ്ട്. സോ ഓൾ ഓഫ് ദോസ് ആർ ഷോർട്ട് വീൽ ബേസ് കാർബറേറ്റഡ് കാർസ്. ആൻഡ് അഗൈൻ ഇമ്പോർട്ടൻ്റ്ലി ഡീസൽ വേർഷൻസ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റിൽ മാത്രം ടർബോ ഡീസൽസ് ആയിരുന്നു. യു ഹാഡ് ദ 300 SDL ആൻഡ് ദ 350 SDL. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാത്രമെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ടർബോ ചാർജർ വരുന്നത് കറക്റ്റ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിൻ്റെ സ്റ്റിയറിംഗ് കോളം വരുന്നിടത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മെർസിഡീസ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ ഡീസൽ ഉണ്ടാക്കിയില്ല. സോ എനി 126 ദാറ്റ് യു സീ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഡീസൽ ദേ ആർ ഓൾ കൺവേർട്ട്സ്. ഫാക്ടറി ഒരിക്കലും അങ്ങനെ ഒരു വണ്ടി ഇറക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. ഡാഷ് നോക്കുകയാണെങ്കിൽ വെരി ക്ലാസിക് ഡിസൈൻ, വെരി സിമ്പിൾ ബട്ട് വെരി എലഗൻറ്റ്, വെരി എഫിഷ്യൻറ്റ് ഡാഷ്ബോർഡ്. ഈ ഒരു മെറ്റീരിയൽ ഒരു ലോങ് സ്റ്റാൻഡിങ്, കുറച്ച് സോഫ്റ്റാണ്, എന്നാൽ ഭയങ്കര ക്രാക്ക് ആവുന്ന പോലത്തെ സോഫ്റ്റ് അല്ല. ഓൾ ദീസ് ഗ്രെയിൻസ് എവറിത്തിങ് ഭയങ്കര രസമാണ് ഈ വണ്ടി കാണാനായിട്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒട്ടും റിഫ്ലക്റ്റ് ചെയ്യില്ല ഗ്ലാസ്സിലോട്ടും നമ്മുടെ കണ്ണിലോട്ടും എന്നും ഒരിക്കലും ഇത് റിഫ്ലക്റ്റ് ചെയ്യില്ല. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വെറുതെ ഒരു മെറ്റീരിയലാണെന്ന് വിചാരിക്കും. പക്ഷേ മെർസിഡീസിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അതേപോലെ നമുക്ക് ഇവിടെ കാണാം ഇതൊരു ബെർ വാൾനട്ട് ഫിനിഷ് വുഡാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ ഓൾ അറൗണ്ട്. ആൻഡ് ഈ പെർട്ടിക്കുലർ കാർ ഇസ് അബ്സല്യൂട്ട്ലി ഇമ്മാക്കുലേറ്റ്. നമുക്ക് ഇത്ര നല്ല കണ്ടീഷനിൽ ഒരു ഇൻറ്റീരിയർ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി ഓണേഴ്സ് അക്രോസ് ദ ഇയേഴ്സ് ഇത്ര നന്നായിട്ട് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേനെ. നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ചെറിയ AC വെൻറ്റ്സ് നടുക്കിലുണ്ട്. സൈഡിലായിട്ടും 4 എണ്ണം കാണാൻ പറ്റും. സോ ഇതിൻ്റെ ചെറിയ ഒരു ക്വർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും AC വെൻറ്റിന് ഈ വോളിയം കൺട്രോൾ ഇല്ല. നടുക്കിൽ തന്നെ മാത്രമേ അത് കാണുന്നുള്ളൂ. ഈ മുകളിൽ വിൻഷീൽഡ് ഡീഫ്രോസ്റ്ററിന് മാത്രമാണ് നമുക്ക് വോളിയം കൺട്രോൾ കാണുന്നത്. ഇത് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം കൺട്രോൾസ് ഈ നടുക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ യു ഹാവ് വൺ ഇൻ ദ സെൻറ്റർ വിച്ച് കൺട്രോൾസ് ദ എയർ ഫ്ലോ ടു ദീസ് 2 വെൻറ്റ്സ്. ഈ സൈഡത്തെ നോബ് ആ വെൻറ്റ് കൺട്രോൾ ചെയ്യണം, ഇത് ഈ വെൻറ്റ് കൺട്രോൾ ചെയ്യണം. ബേസിക്കലി മെർസിഡീസ് പറയുന്ന മാക്സിമം അറ്റൻഷൻ എപ്പോഴും റോട്ടിലായിരിക്കണം. നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്ന് സമയം കളയരുത്. കൈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെ വെക്കുന്നോ അവിടെയാണ് എല്ലാ സാധനങ്ങളും ലോജിക്കലായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മെർസിഡീസ് എടുക്കുമ്പോഴും ഡിഫറെൻറ്റ് ബട്ടൺസ് ആയിരിക്കും നമ്മൾ ഈ സെൻറ്റർ കൺസോളിൽ കാണുന്നത്. ഓൾ ദാറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഓപ്ഷണൽ ഫീച്ചേഴ്സ് ഓൺ ദാറ്റ് കാർ. സോ ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ 4 പവർ വിൻഡോ ബട്ടൺസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ചെറിയ ബട്ടൺ ബേസിക്കലി ചൈൽഡ് സേഫ്റ്റി, റിയർ വിൻഡോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് അവിടെ കുട്ടികളുണ്ട്, അപ്പോൾ ബാക്കിൽ പിള്ളേർ കുത്തി കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡീആക്ടിവേറ്റ് ചെയ്യാം. അനദർ വെരി ഇൻട്രസ്റ്റിംഗ് ക്വർക്ക് ഇസ് ദിസ് വൺ, ഈ ഒരു ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് കാണാം, നമ്മളിപ്പോൾ പുതിയ വണ്ടികളിലെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്നൊരു ഫീച്ചറാണ് ഇത്. സംഭവം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ഈ വണ്ടിക്ക് ലെഫ്റ്റ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആ സമയത്തുള്ള മെർസിഡീസ് വണ്ടികൾക്ക് ഡ്രൈവർ സൈഡ് ഓൾവേസ് ഹാഡ് മാനുവൽ അഡ്ജസ്റ്റ്. അൺലെസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്പെക്ക് ചെയ്തില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഡ്രൈവർ സൈഡ് എപ്പോഴും മാനുവലും പാസഞ്ചർ സൈഡ് എപ്പോഴും ഇലക്ട്രിക്കുമാണ്. അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കതിപ്പോൾ ഓർക്കുമ്പോൾ വളരെ ലോജിക്കലാണ്. കാര്യം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ മാനുവൽ തന്നെയാണ് നല്ലത്. അതിൻ്റെ ആവശ്യമുള്ളൂ, കൈ ഇത്രയും പോയാൽ മതി, അങ്ങോട്ട് ഏന്തി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക്കും കൊടുക്കാം. സ്മോൾ ബിറ്റ് ഓഫ് ജീനിയസ്.
പിന്നെ അതേപോലെ സെൻറ്റർ കൺസോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ബേസിക്കലി റിയർ ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്. ബേസിക്കലി ഇതൊക്കെ ഷോഫ് ഡ്രൈവ് വണ്ടികളായിരിക്കും കൂടുതലും. അപ്പോൾ റിയർ ലൈറ്റ്, ഡ്രൈവർ ലൈറ്റ് ഇടൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഇടും, അല്ലാണ്ട് ബാക്കിലാരും കൈ പൊന്തിച്ച് ലൈറ്റ് ഇടുന്ന ബുദ്ധിമുട്ടൊന്നും ചെയ്യാറില്ല. ആൻഡ് ബാക്കി നമുക്ക് കാണാം റീസർക്കുലേഷൻ മോഡ് ഓൺ ഓഫ്, ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ. ആ കാലത്തെ അതിന് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ അതേപോലെ ഇത് വെൻറ്റ് കൺട്രോളാണ്, മുകളിലേക്ക് താഴത്തേക്ക് ഫ്രണ്ട് ഫേസ് കാല് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സാധനം ഇവിടെയാണ്. Another interesting aspect that you see is on the gearbox. നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ദിസ് ഈസ് എ 4-സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഇതിന് 2 മോഡ്സ് ഉണ്ട്, ഇക്കോണമിയും സ്പോർട്ടും. നമുക്കിത് രണ്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇക്കോണമിയിൽ ഇടുമ്പോഴേക്കും ഈ ഏർലിയറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യും, സെക്കൻഡ് ഗിയറിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് ടു ഹെൽപ്പ് സേവ് ഫ്യൂൽ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ നോക്കുമ്പോൾ ആ സമയത്തുള്ള എല്ലാ മെർസിഡീസിനും ഒരു ഹോൾമാർക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാർണിംഗ് ലൈറ്റ്സ് ഈ സ്പീഡോമീറ്ററിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് ആളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി അവർക്കില്ല. ഇറ്റ് ഓൾവേസ് ഹാഡ് എ സെപ്പറേറ്റ് പാനൽ അണ്ടർ ദ സ്പീഡോമീറ്റർ. ആ പാനലിലാണ് കംപ്ലീറ്റ് വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക്, ABS, അത് ഇതെല്ലാം ഇവിടെ കൊടുത്തിരുന്നത്. അവിടെ ക്ലെവർലി ഒരു ടെമ്പറേച്ചർ ഗേജും കൂടെ ആ കാലത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഗേജ്. ആൻഡ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ ലൈറ്റിൻ്റെ അവിടെ ചെറിയൊരു എക്സ്ട്രാ പാനലുണ്ട്. അതിലാണ് നമുക്ക് ലൈറ്റ് തെളിയും ടു ഷോ ദാറ്റ് ദ സീറ്റ് ബെൽറ്റ്സ് ഹാവ് നോട്ട് ബീൻ എൻഗേജ്ഡ്. ആരുടെയൊക്കെ എൻഗേജ് ചെയ്തിട്ടില്ല എന്ന് കാണും. അതേപോലെ ചെറിയൊരു എക്സ്ട്രാ ഫ്ലാപ്പും കൂടി ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈസറ താത്തിയിട്ടാലും അതിൻ്റെ ഇടയിലെ ഗ്യാപ്പിൽ കൂടെ ചെറുതായിട്ട് വെയിലടിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിനിവിടെ ചെറുതായിട്ടൊരു ഫ്ലാപ്പും കൂടെ ഉണ്ട്, വെരി നൈസ്ലി മെയ്ഡ് ഫ്ലാപ്പ്, സോ ദാറ്റ് നമുക്കൊരിക്കലും കണ്ണിൽ ഒരു ഗ്ലെയറും ഒന്നും വരില്ല. സേഫ്റ്റി ഇസ് ഓൾവേസ് പാരമൗണ്ട്. ബാക്കി പിന്നെ ഹാൻഡ് ബ്രേക്ക്, നമുക്ക് ഈ വെൻറ്റിൻ്റെ എവിടെയായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ബാക്കി ഇക്കാലത്ത് നമുക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾ സ്റ്റാൻഡേർഡ്. വെരി നൈസ്ലി ഡിസൈൻഡ് ആംറസ്റ്റ് ആണ് ഈ ഡോറിൽ വരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഫാബ്രിക് ഒരു പീസും കൂടെ കാണാൻ പറ്റും. ദാറ്റ് ബ്രിങ്സ് അസ് ടു വൺ ഓഫ് ദ തിങ്സ്. ഒരു എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈലി കസ്റ്റമൈസ്ഡ് വെഹിക്കിളാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇൻ ടേംസ് ഓഫ് ട്രിംസ്, ഓപ്ഷൻസ്, കളേഴ്സ്, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ സമയത്ത് നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് വന്നിരുന്ന MB-Tex എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലെതർ മെറ്റീരിയൽ ആയിരുന്നു. MB-Texൻ്റെ മുകളിൽ യു ഹാഡ് ലെതർ അപ്പോൾസ്ട്രി. അതിൻ്റെയും പ്രീമിയം ആയിട്ടാണ് ഫാബ്രിക് അപ്പോൾസ്ട്രി വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് കാർ ഹാസ് ഫാബ്രിക് അപ്പോൾസ്ട്രി. ഇവിടെയൊക്കെ ഒരു ലെതർറ്റ് പോലത്തെ ഫിനിഷാണ്, ബട്ട് ദിസ് ജസ്റ്റ് പ്ലാസ്റ്റിക്. ആൻഡ് ഇവിടെയായിട്ടാണ് യു ഹാവ് യുവർ ഫാബ്രിക് ട്രിം കമ്മിങ് ഇൻ. But otherwise, driving position wise, this is brilliant. ഇതിനകത്ത് they have customized it with a smaller wooden steering wheel. So ഈ വണ്ടി ആക്ച്വലി എനിക്ക് കുറേ അധികം കാലമായിട്ട് അറിയാവുന്നതാണ്. ദിസ് യൂസ് ടു ബി വിത്ത് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, രാഹുൽ, ചെന്നൈയിൽ. നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. വി ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് ഡ്രൈവ്സ് വിത്ത് ഇറ്റ്. ചെന്നൈയിലാണെങ്കിലും ഇൻ്റർസ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിച്ച് നല്ല എക്സ്പീരിയൻസസ് ഉണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് വിത്ത് അനദർ ഫ്രണ്ട് ഓഫ് മൈൻ, വിഷ്ണു, ഇൻ കാലിക്കറ്റ്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ എപ്പോഴും ഇറ്റ്സ് എ സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി, ഇറ്റ്സ് എ സെൻസ് ഓഫ് വാട്ട് ഡു യു സേ, ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് നമുക്ക് ഈ വണ്ടിയിൽ എന്നും ട്രാവൽ ചെയ്യുമ്പോൾ. കാര്യം ഇത്ര അധികം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു വണ്ടി കൂടെയാണ്. അതേപോലെ ചെറിയൊരു ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു ഗ്ലവ് ബോക്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഒരു ചെറിയൊരു സ്റ്റോറേജ് ബിന്നും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വെരി സ്മോൾ ഡോർ പോക്കറ്റ്സ് ഓൺ ദ ഡോർ പാഡ്സ്. നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ വണ്ടികളിലൊന്നും കപ്പ് ഹോൾഡറോ ബോട്ടിൽ ഹോൾഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാം ഫെൽറ്റ് ലൈൻഡ് സാധനങ്ങളായതുകൊണ്ട് നമുക്ക് മൊബൈലും കാര്യങ്ങളും വയ്ക്കാൻ നല്ലതാണ്. ആൻഡ് യു ഹാവ് എ സുപ്രീംലി കംഫർട്ടബിൾ ആംറെസ്റ്റ്, വിച്ച് വാസ് ആ സമയത്ത് ഒരു മെർസിഡീസിൻ്റെ ഒരു നൈസ് ഫീച്ചർ ടു ഹാവ്. നമുക്ക് ഇത് എസ് ക്ലാസ് കൂടെ ആയ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ റിയർ സീറ്റും കൂടെ ഒന്ന് നോക്കാം. ക്ലാസിൻ്റെ ചെറിയൊരു ഫീച്ചറും കൂടെ ഉണ്ട്. നമുക്ക് ഡോറ് തുറന്നു കഴിയുമ്പോൾ ഡോറിൻ്റെ അടിയിൽ ചെറിയൊരു കേർട്ടസി ലൈറ്റ്സ്. ഇപ്പോൾ ഇതൊന്നും വലിയ ഫാൻസി ഫീച്ചർ അല്ല, പക്ഷേ അന്ന് ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ദ റിയർ സീറ്റ് ഓഫ് ദി എസ് ക്ലാസ്. ഇത് 300 SE ആണെങ്കിലും ദ ഷോർട്ട് വീൽ ബേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂം, ആവശ്യത്തിനുള്ള ലെഗ് റൂം ഉണ്ട്. ഇത് മോർ ഡ്രൈവർ ഫോക്കസ്ഡ് ആണ്. നമുക്കൊരു ഫാമിലി ഡ്രൈവർ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് കൂടുതലും പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ലോങ് വീൽ ബേസ് കാർസ് വെ മോർ ഷോഫർ ഡ്രിവൺ ആൻഡ് മോർ പ്രിഫേർഡ് ടു ബി ഡ്രിവൺ ഇൻ റാദർ ദാൻ ഡ്രൈവിംഗ് അറൗണ്ട്. നമുക്കിപ്പോൾ ഈ റിയർ സീറ്റ് നോക്കുകയാണെങ്കിൽ ആ സെയിം സ്പ്രിങ്ങി എഫക്റ്റാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ദാറ്റ് ആക്ട്സ് ആസ് ഒരു സപ്ലിമെൻ്ററി സസ്പെൻഷൻ തന്നെ പറയാം.
ആൻഡ് മെർസിഡീസിൻ്റെ ഓൾവേസ് ദ ഹെഡ് റെസ്റ്റ് ദേ ആർ സ്റ്റിൽ എപ്പിക്. ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റാണ് ഇവിടെ വരുന്നത്. ഒരു കോട്ട് ഹുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആം റെസ്റ്റ് അഗൈൻ പെർഫെക്റ്റ്ലി പൊസിഷൻഡ്. ഒരു ആഷ്ട്രേ ഉണ്ട് ഇവിടെ. ആൻഡ് ഒരു നൈസ് ഒരു ക്വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് റിയർ ആംറസ്റ്റ് വരുന്നത്. ഈ ആംറസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിയർ സീറ്റ് ബെൽറ്റ്സിൻ്റെ സാധനം ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ ആംറസ്റ്റ് ഈ ഒരു ഫണ്ണി ഷേപ്പിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് താത്തുമ്പോൾ ഓൾവേസ് ദീസ് ടു വിൽ പോപ്പ് ഔട്ട്. ഈ രണ്ട് സൈഡിലത്തെ സീറ്റ് ബെൽറ്റിൻ്റെ സാധനം പോപ്പ് ഔട്ട് ചെയ്യും. നമ്മൾ ഒരിക്കലും ഇതിനകത്ത് നമ്മളിപ്പോഴത്തെ വണ്ടി കാണുന്ന പോലെ വലിച്ചെടുത്ത് ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾവേസ് അവൈലബിൾ ആൻഡ് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കില്ല. നമ്മൾ നടച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ നൈസ്ലി ടക്ക് ബാക്ക് ഇൻ. സോ വെരി നിഫ്റ്റി ഫീച്ചർ ദാറ്റ് യു സീ. പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് വാട്ട് മേക്സ് മെർസിഡീസ് റിയലി സ്പെഷ്യൽ. പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ സ്റ്റോറേജ് ബിൻസ് ഒന്നുമില്ല. പക്ഷേ യു ഹാവ് 2 സ്റ്റോറേജ് ബിൻസ് ഹിയർ ആൻഡ് ഹിയർ. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ കാര്യങ്ങൾ നിക്നാക്സ് വെക്കാനായിട്ടും ബാക്കിൽ സ്പീക്കേഴ്സും സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ലൈറ്റ് അഗെയിൻ ഇസ് കൺട്രോൾഡ് ഫ്രം ദ സ്വിച്ച് അപ്പ് ഫ്രണ്ട്. ഡ്രൈവർ ലൈറ്റ് ഇടൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് വരും. അതർവൈസ് ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് റിയർ സീറ്റിൽ കാണുന്നത്. ഈ ഒരു ഹെഡ് റെസ്റ്റ് എപ്പോഴും നമ്മൾ വേറൊരു കാര്യം ഫ്രണ്ടിൻ്റെ പറയുമ്പോൾ ഈ ഫ്രണ്ടത്തെ ഹെഡ് റെസ്റ്റ് ദേ ആർ ഓൾസോ അഡ്ജസ്റ്റബിൾ ഫോർ ആംഗിൾ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പെർഫെക്റ്റ് പൊസിഷൻ, ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പല വണ്ടികൾക്കും ഓപ്ഷണലായിട്ട് റിയർ കേർട്ടൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിൽ കേർട്ടൻസ് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഓൺ ദി SEL വേർഷൻസ്. ഇതിൽ അതൊന്നുമില്ല. ബട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് യു ഗെറ്റ് എൻ AC വെൻറ്റ് റൈറ്റ് ബിഹൈൻഡ് ഫോർ ദ റിയർ പാസഞ്ചർ. രണ്ട് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അതിന് സെപ്പറേറ്റ് വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് ദ റിയർ സീറ്റ് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ ഡ്രൈവിംഗ് ദ W126 ഇതൊരു ഓൾവേസ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് എനി മെർസിഡീസ് ഓടിക്കുമ്പോൾ, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ മെർസിഡീസ് S ക്ലാസ്. നമ്മൾ ഈ വണ്ടി അഗൈൻ അത്യാവശ്യം നല്ലോണം ലോങ് ഡ്രൈവ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വലി എനിക്കൊരു ഭയങ്കര ഒരു കംഫർട്ട് സ്പോട്ടും കൂടെ ഉള്ള വണ്ടിയാണ്. ഇറ്റ്സ് ഓൾവേസ് ഐ ലുക്ക് ഫോർവേഡ് ടു ഡ്രൈവിംഗ് ദിസ് കാർ. അതിൻ്റെ ഒരു പ്രൈമറി റീസൺ ഇസ് ദ എൻജിൻ ദാറ്റ് ഇസ് പവറിങ് ഇറ്റ്. So this has the legendary M103 6-cylinder engine. This is a 3-liter naturally aspirated straight 6 ആണ്. It makes about 180 horsepower. ഇത് മെർസിഡീസിൻ്റെ ഒരു ലോങ് ടൈം ലെജൻഡറി എൻജിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല കുറേ വണ്ടികളിൽ ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. റേഞ്ചിങ് ഫ്രം S ക്ലാസ്സസ്, E ക്ലാസ്സസ്, 129s, SLs എല്ലാത്തിലും ഇതിനുണ്ടായിരുന്നു. ആൻഡ് ഈ വണ്ടിയിലുള്ള ട്രിം ദാറ്റ് ഇസ് ദ 300 SE എന്ന് പറയുമ്പോൾ മേക്സ് അബൌട്ട് 180 ഹോഴ്സ് പവർ. ഇറ്റ് ഈസ് മേറ്റഡ് ടു എ 4-speed ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ. വെരി ക്രീമി, വെരി സ്മൂത്ത് ട്രാൻസ്മിഷൻ. അങ്ങനെ ഭയങ്കര സ്പോർട്ടി അല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു ബി എ സ്പോർട്ടി ദിസ് തിങ് ഓൾസോ. അത് ആ സമയത്തുള്ള BMW ആണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി കാർ ആക്കാനായിട്ട്. മെർസിഡീസ് ഓൾവേസ് ഹാഡ് റിഫൈൻമെൻറ്റ്, ഒരു എഫേർട്ട്ലെസ് പവർ ഡെലിവറി ആൻഡ് കംഫർട്ട് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ആസ് ഇറ്റ്സ് ഒരു പ്രൈമറി ഇൻറ്റൻഷൻസ്. ആൻഡ് അത് ദിസ് കാർ ഡസ് ഇറ്റ് വെരി വെൽ. ആക്ച്വലി അത് പറയുമ്പോൾ ഇത് സ്ലോ ആണെന്നല്ല പറയുന്നത്. ആ കാലഘട്ടത്തേക്ക് ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ്. ഇപ്പോഴും ദിസ് ക്യാൻ കീപ്പ് അപ്പ് വിത്ത് ഓൾമോസ്റ്റ് എവറിത്തിങ് ഓൺ ദ റോഡ്. ആൻഡ് നമ്മളന്ന് ഗോവയിൽ പോകുമ്പോൾ ദിസ് വാസ് ഈസിലി ഡൂയിങ് 150, 160 ഓൺ ദ ഹൈവേ വിത്തൗട്ട് എനി പ്രോബ്ലംസ്, കൺസിസ്റ്റൻ്റ് ആയിട്ട്. അങ്ങനെ നമുക്ക് വേറൊരു കാര്യം S ക്ലാസിൻ്റെ പറയാനുള്ളത് ഇസ് ദ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്നും S ക്ലാസിൻ്റെ ഒരു ഹോൾമാർക്കാണ്. ഈ വണ്ടിയിൽ അന്ന് എയർമാറ്റിക്കും അങ്ങനത്തെ എയർ സസ്പെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റീൽ സ്പ്രിങ്സും കാര്യങ്ങൾ തന്നെ ആണെങ്കിലും ഇറ്റ് ഈസ് ട്യൂൺഡ് ഇൻ ടു പെർഫെക്ഷൻ. നമ്മുടെ ഈ വണ്ടിയുടെ ബോഡി വെയ്റ്റും ഈ വണ്ടിയുടെ സ്ട്രെങ്ത്തും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ വൈൽ ഇറ്റ് സ്റ്റിൽ ഹാസ് ദാറ്റ് ഫ്ലോട്ടി ഫീൽ ദാറ്റ് യു അസോസിയേറ്റ് വിത്ത് എനി S ക്ലാസ്, ഇത് ഡ്രൈവിംഗ് ആക്ച്വലി അത്യാവശ്യം നല്ലതാണ്. നമുക്കൊരിക്കലും തീരെ കമ്പേഴ്സമായിട്ട് തോന്നില്ല. നമുക്ക് വലിയൊരു കെട്ടുവള്ളം ഓടിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. സ്റ്റിയറിംഗ് അത്യാവശ്യം ഡയറക്റ്റാണ്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. ഈ ഒരു ചെറിയ സ്റ്റിയറിംഗും കൂടെ ആയതുകൊണ്ട് പിടിക്കാനും അത്യാവശ്യം ടു ഹസിൽ ദിസ് കാർ അറൗണ്ട് കോർണേഴ്സ് അത്യാവശ്യം നല്ല ഫണ്ണാണ്. ആൻഡ് അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇതിൻ്റെ വീൽസ് വെച്ചിരിക്കുന്ന ബോബറ്റിൻ്റെ 16-inch വീൽസാണ്, റെട്രോ സ്റ്റൈൽ വീൽസ്. ഒറിജിനൽ 14-15 വരുന്ന വണ്ടിയാണിത്. ബട്ട് ഈ 16-inch വീൽസ് വിത്ത് വൈഡ് ടയേഴ്സ് അത് ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഡൈനാമിക്സിനും. ഇതിൻ്റെ നമുക്ക് കോൺഫിഡൻസ്, ബ്രേക്ക് ചെയ്യുമ്പോഴും കോർണർ ചെയ്യുമ്പോഴും ഉള്ള കോൺഫിഡൻസും അത്യാവശ്യം ദിസ് ബൂസ്റ്റ് ക്വൈറ്റ് എ ബിറ്റ്. ആൻഡ് നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ
യു ആർ കംപ്ലീറ്റ്ലി കുക്കൂൺഡ് ഫ്രം എവറിത്തിങ് ഔട്ട്സൈഡ്. നമുക്ക് പുറത്തുള്ള ഒരു സൗണ്ട് കേൾക്കാനില്ല, പുറത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, റോഡ് സർഫസിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് യു ഡോണ്ട് കെയർ, യു ജസ്റ്റ് വോണ്ട് ടു ഗോ, യു ജസ്റ്റ് വോണ്ട് ഗോ ഫാസ്റ്റ് എന്നുള്ള ആ ഒരു തോട്ടിലോട്ട് നമ്മൾ വരും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എയ്ഡഡ് ബൈ ദ ഗ്രേറ്റ് സസ്പെൻഷൻ ആൻഡ് ദ വെരി സുപ്രീംലി കംഫർട്ടബിൾ സീറ്റ്സ്. അതേപോലെ വേറൊരു കാര്യം നമ്മൾ ആരും മനസ്സിലാക്കാത്തതിനകത്ത് എസ് ക്ലാസിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് വരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഡോറിൻ്റെ സീലിംഗ്, ഇതിൻ്റെ അകത്ത് വരുന്ന മെറ്റീരിയൽസ്, ഈ പറഞ്ഞ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈസ് ഓൺ എ ഹോൾ ഡിഫറെൻറ്റ് ലെവൽ. നമ്മളിപ്പോഴേ ഇത്ര എമേസ്ഡ് ആവുകയാണെങ്കിൽ ഇത് ഇറങ്ങിയപ്പോൾ എന്തായിരിക്കും എന്ന് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ. 126 again, like any old Mercedes of the time, നമുക്കൊരു ഇൻഫിനിറ്റ് കസ്റ്റമൈസേഷനാണ് കൊടുത്തിരുന്നത്. ഈ വണ്ടിയിൽ ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് പല വണ്ടികളിലും യു ഹാഡ് ദി ഓപ്ഷൻ ഓഫ് ഇലക്ട്രിക് സീറ്റ്സ് വിത്ത് മെമ്മറി, ഫ്രണ്ടിൽ ബാക്കിൽ ഇലക്ട്രിക് സീറ്റ്സ്, എസ്പെഷ്യലി ഓൺ ദ ലോങ്ങർ വീൽ ബേസ് വേർഷൻസ് നമുക്ക് റിയർ റിക്ലൈന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹെഡ് റെസ്റ്റ് വരെ ഇലക്ട്രിക് ആയിരുന്നു. യു ഹാഡ് സീറ്റ് കുഷൻസ് വിച്ച് ഹാഡ് എയർ ഫിൽഡ് ഇൻ ദം, അതിനകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രിക് കർട്ടൻസ് ഓൾ അറൗണ്ട്, ഇലക്ട്രിക് സൺ റൂഫ് അത് ഈ വണ്ടിക്കുണ്ട്, ഹെഡ്ലൈറ്റ് വൈപ്പേഴ്സ് ഈ വണ്ടിക്കുണ്ട്, ഡിഫറെൻറ്റ് വീൽ ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ്, മെറ്റീരിയൽസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് യു കുഡ് ഓൾവേസ് മേക്ക് യുവർ 126 എ വെരി സ്പെഷ്യൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് കാർ. നമുക്ക് ഈ ഡിസ്റ്റിങ്ഷൻ ഒന്നും പോരെങ്കിലും നമുക്കിത് കഴിഞ്ഞിട്ട് there was the special editions. You had the AMG versions, pre-merger AMG. അന്ന് AMG മെർസിഡീസിൻ്റെ ഭാഗമായിട്ടില്ല. അവർ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് കാർ മോഡിഫയർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം കുറേ വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാണ്ടും നമുക്ക് 1000 SCL എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആഫ്റ്റർ മാർക്കറ്റ് കൺവേർഷൻസും ഉണ്ടായിരുന്നു. അതിനകത്ത് ഇറ്റ് ഹാഡ് എവറിത്തിങ് ഫ്രം എ TV ടു എ ഫ്രിഡ്ജ് ടു എ ലൗഞ്ച് ബാർ ഇൻ ദ റിയർ, ഫാക്സ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്ന വണ്ടികൾ വരെ 126 ഫാമിലിയിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ എപ്പിറ്റോം ഓഫ് ലക്ഷറി ഫ്രം ദി 80s. ആൻഡ് ഇത് റിയലി സെറ്റ് ദ ടോൺ. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, നമുക്ക് എന്തൊക്കെ ടെക്നോളജീസ്, അല്ലെങ്കിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതിന് ഒരു പ്രീവ്യൂ ആണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയത്. ആൻഡ് മെർസിഡീസ് കണ്ടിന്യൂസ് ടു ഡു ദാറ്റ് ടിൽ ഡേറ്റ്. നമ്മളൊരു എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സും, അതിനകത്ത് വരുന്ന ഒരു ഡ്രൈവ് ഫീൽ, അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ സത്യം പറഞ്ഞൊരു എസ് ക്ലാസ് പുതിയതായിരിക്കുമ്പോൾ വാസ്റ്റ് മെജോറിറ്റി ഓഫ് us can't even ഡ്രീം ഓഫ് അഫോർഡിങ് ആൻ എസ് ക്ലാസ്. പക്ഷേ നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഇനി ബാക്കി വണ്ടികളിൽ വരുമ്പോഴേക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് എല്ലാം എടുത്താലും നമുക്ക് ഇൻഡിവിജ്വൽ എഴുതിയിട്ടാൽ അതൊരു എസ് ക്ലാസ് ആവില്ല. അതിന് ശരിക്കും നമ്മൾ യു ഷുഡ് റിയലി ട്രൈ വൺ ഓഫ് ദീസ്, യു ഷുഡ് ട്രൈ ഔട്ട് വൺ ഓഫ് ദീസ്. ആൻഡ് അതിലാണ് നമുക്ക് ശരിക്കും ആ ഒരു ചാമും അതിൻ്റെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. വിച്ച് ബ്രിങ്സ് us to the question, should you buy one? അത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം എൻ എസ് ക്ലാസ് ഇസ് നോട്ട് ഫോർ എവറിബഡി. അത് ഏതൊരു എസ് ക്ലാസ് ആണെങ്കിലും. കാര്യം നമ്മളിപ്പോൾ നെറ്റിലൊക്കെ മീംസ് കാണാൻ പറ്റുമല്ലോ, ഡൽഹിയിൽ നിന്ന് എസ് ക്ലാസ് മേടിച്ചു എന്നിട്ട് മേടിച്ചുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. സോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരിക്കലും മേടിക്കേണ്ട ഒരു വണ്ടിയല്ല എസ് ക്ലാസ്. അത് എന്നും ഒരു തറവാടി വണ്ടി തന്നെയാണ്. എന്നും അതിൻ്റെ ഒരു മെയിൻ്റനൻസും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു റേഞ്ച് സ്റ്റോപ്പർ കാറാണ്. അപ്പോൾ മെയിൻ്റനൻസും പാർട്സിനും ഒക്കെ അത്യാവശ്യം വിലയുണ്ട്. 126-നാണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പാർട്സ്. പക്ഷേ ഒറിജിനൽ മെർസിഡീസ് പാർട്സ്, ഒറിജിനൽ ജർമ്മൻ ബ്രാൻഡഡ് പാർട്സ് വെച്ചിട്ട് നമ്മൾ ആ വണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നും ഇറ്റ് ഇസ് എ കാർ ദാറ്റ് വിൽ റൺ ഫോർ എവർ. നമ്മൾ മേടിക്കുമ്പോൾ നല്ല വണ്ടി നോക്കി മേടിക്കുക. ഇപ്പോൾ നമ്മളൊരു W123 ഒക്കെ മേടിക്കുന്ന പോലെ ഒരു സ്ക്രാപ്പ് പ്രൊജക്റ്റ് കാർ എടുത്ത് മേടിച്ച് പണിയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെയാണ്. സോ നല്ല വണ്ടി പേ എ പ്രീമിയം ആൻഡ് ബൈ ദോസ് കാർസ് ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ്, ഒരു അസറ്റ് തന്നെയാണ്. നമുക്കിപ്പോഴും യു ടേൺ അപ്പ് ഇൻ വൺ ഓഫ് ദീസ്, ദർ ഇസ് നത്തിങ് ദാറ്റ് ക്യാൻ മാച്ച് ദാറ്റ് പ്രസൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെർസിഡീസ് 126-ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വണ്ടിയെക്കുറിച്ചും അതേപോലെ വീഡിയോനെക്കുറിച്ചും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.